ചരിത്രപ്പെരുമയുടെയും വേറിട്ട സംരംഭങ്ങളുടെയും വിജയകഥകൾ തുടർക്കഥയാക്കിയ വയനാട്ടിൽ ചക്ക ഉൽപ്പന്നങ്ങൾ കൊണ്ട് ചരിത്രമെഴുതുന്ന ഒരു വനിതാ സംരംഭകയെ പരിചയപ്പെടാം. നമസ്കാരം, എൻ്റെ പേര് ജെയ്മി സജി. വയനാട് ജില്ലയിലെ നടവേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജാക്ക് ഫ്രൂട്ടിൻ്റെയും ജാക്ക് സീഡിൻ്റെയും പ്രോസസ്സിംഗ് യൂണിറ്റ് നടത്തുന്നു. ഹോളി ക്രോസ് ഇൻഡസ്ട്രീസ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. ജെയ്മീസ് ജാക്ക് ഫ്രഷ് എന്ന ബ്രാൻഡ് നെയിമിൽ 14 പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രധാനമായും 4 സെഗ്മെൻറ്റിലാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ ചെയ്യുന്നത്. ഫ്രോസൺ ഐറ്റംസ് ഉണ്ട്, റിട്രോട്ടിംഗ് ഉണ്ട്, വാക്വം ഫ്രൈഡ് ഉണ്ട്, ഡ്രൈഡ് ഐറ്റംസ് ഉണ്ട്. സാധാരണ ഒരു വീട്ടമ്മയിൽ നിന്നാണ് ഞാനൊരു സംരംഭകയിലേക്ക് വന്നത്. 2020 ജാക്ക് സീഡിൻ്റെ പ്രോസസ്സിംഗാണ് ഞാൻ ആദ്യം ആരംഭിച്ചത്. അതിൽ നിന്ന് ഇൻസ്റ്റൻറ്റ് പായസം മിക്സ്, കോഫി പൗഡർ എന്നീ 2 ഉൽപ്പന്നങ്ങളാണ് ആദ്യമായി ചെയ്തിരുന്നത്. അന്നൊരു 900 സ്ക്വയർ ഫീറ്റിൽ ആരംഭിച്ച ഒരു സംരംഭമാണ്. അതിൽ പിന്നെ 1-2 പ്രൊഡക്റ്റുകൾ കൊണ്ടൊരു കമ്പനി മുന്നോട്ട് പോകാൻ വയ്യാത്ത സാഹചര്യത്തിൽ നമ്മൾ നേരെ ചക്കയുടെ മുഴുവൻ പ്രോസസ്സിംഗ് ആരംഭിച്ചു. പുഴുക്കിനുള്ള പച്ചച്ചക്ക സ്ലൈസ് ചെയ്തത് ഫ്രോസൺ, ഇടിഞ്ചക്ക, കപ്പ, കാന്താരി, ചെറിയുള്ളി എന്നീ ഫ്രോസൺ ഐറ്റംസ് ചെയ്യുന്നു. അതുപോലെ റിട്രോട്ടിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചക്കക്കുരുവിൻ്റെ കറി, പുഴുക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും അതിൽ ചെയ്യുന്നുണ്ട്. വാക്വം ഫ്രൈഡ് ചിപ്സുകൾ ചെയ്യുന്നുണ്ട്. ബനാന, ജാക്ക് ഫ്രൂട്ട്, നമ്മളുടെ തന്നെ ചക്കയുടെ പൗഡർ ചെയ്യുന്നുണ്ട്. ജാക്ക് സീഡിൽ നിന്നുള്ളൊരു കോഫി പൗഡർ ചെയ്യുന്നുണ്ട്. ചക്ക ചേർത്ത പുട്ടുപൊടി, അപ്പപ്പൊടി, ആട്ടപ്പൊടി എന്നീ ഉൽപ്പന്നങ്ങൾ, ജാക്ക് ഫ്രൂട്ട് പാലട പായസം മിക്സ്, ഇത്രയും ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളുടെയും പ്രത്യേകത ഒന്നിലും ഒരു കെമിക്കലോ പ്രിസർവേറ്റീവോ ഒന്നും ചേർക്കാത്ത ഉൽപ്പന്നങ്ങളാണ്. ഒന്നും നമ്മൾ പുറമേ നിന്ന് എടുത്ത് പാക്ക് ചെയ്ത് വെക്കുന്നതല്ല. എല്ലാം നമ്മളിവിടെ തന്നെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഒന്നിലും ഒരു കെമിക്കലോ പ്രിസർവേറ്റീവോ ഉണ്ടായ കുഞ്ഞുങ്ങൾക്ക് മുതൽ എത്ര പ്രായമായവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ ഹൈജീനിക്കായിട്ട് വൃത്തിയോടുകൂടി ഒരു ക്വാളിറ്റി കൺട്രോളിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. എൻ്റെ കൂടെയുള്ള കുറേ മെഷീനുകളെല്ലാം പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് ഡ്രയർ. ഈ ഡ്രയറിൻ്റെ ഉള്ളിലാണ് നമ്മൾ എല്ലാം സോർട്ട് ചെയ്ത് കയറ്റി ഡ്രൈയിങ് എല്ലാം നടക്കുന്നത് ഈ ഏരിയയിലാണ്. ഇതൊരു പാക്കിംഗ് മെഷീനാണ്. പൗഡറുകളുടെ പാക്കിംഗ് എല്ലാം നടക്കുന്നത് ഇവിടെയാണ്. നമ്മൾ ഇതിന് ഒരു അളവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അളവിന് കൃത്യമായിട്ട് പെഡലമർത്തി കഴിഞ്ഞാൽ ആ അളവിലുള്ള സാധനങ്ങൾ പൗച്ചുകളിലേക്ക് വീഴാനായിട്ടുള്ളൊരു എളുപ്പത്തിൽ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാക്കിംഗ് മെഷീനാണിത്. ഇത് വാക്വം ഫ്രൈഡ് ചിപ്സുകൾ ചെയ്യുന്ന ഒരു മെഷീനാണ്. ഇത് ശരിക്കും ഓയിൽ ഫ്രൈ ചെയ്യുകയാണ്. ഓയിൽ മുഴുവനും വാക്വം ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മളത് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ച് നമ്മുടെ പ്രൊഡക്റ്റുകളിൽ ഒട്ടും ഓയിൽ ഉണ്ടാവില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ ഉപയോഗിക്കുന്ന എണ്ണ ഒരിക്കലും നമ്മൾ 90 ഡിഗ്രി മേലെ തിളപ്പിക്കുന്നില്ല. അതുകൊണ്ട് എണ്ണ ഒരിക്കലും ടോക്സിക് ആവില്ല, കളർ മാറില്ല. നമ്മൾ എത്രയോ തവണ ഉപയോഗിച്ചാലും കളർ മാറാത്ത രീതിയിൽ ആ എണ്ണ ഒരു ഡാമേജും വരാത്ത രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പ്ലാന്റിലേക്ക് വേണ്ട പൗഡറിങ് മുഴുവൻ നടക്കുന്നത് ഈ പൾവറൈസറിലാണ്. ഇതൊരു 28 HP പവറുള്ള മോട്ടറാണ്. സീഡിൻ്റെ ആണെങ്കിലും പൗഡറുകളാണെങ്കിലും റൈസ് ആണെങ്കിലും ചക്കയാണെങ്കിലും എല്ലാം പൗഡർ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. ഇത് ഒരു റോസ്റ്ററാണ്. നമ്മുടെ പൗഡറിങ്, റോസ്റ്റിങ് എല്ലാ പരിപാടികളും നടക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. ഇത് വാഷിങ്ങിൻ്റെ ഒരു ഏരിയയാണ്. ഇവിടെയാണ് അരി പോലുള്ള സാധനങ്ങൾ നമ്മൾ വാഷ് ചെയ്തെടുക്കുന്നത്. സീഡ് വന്നാലും വൃത്തിയില്ലാത്ത സീഡാണെങ്കിൽ നമ്മൾ വാഷ് ചെയ്ത് മാറ്റുന്നത് അവിടെ നിന്നാണ്. ഇവിടെ സ്റ്റീമറാണിത്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ അരിയെല്ലാം സ്റ്റീം ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ചക്കവരട്ടി ഉണ്ടാക്കുന്ന മെഷീനാണിത്. ചക്കവരട്ടി ഉണ്ടാക്കുന്ന മെഷീൻ്റെ ഉള്ളിൽ നമ്മൾ ചക്കയുടെ പൾപ്പും ശർക്കരയും നെയ്യും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ചക്കവരട്ടി ഉണ്ടാക്കുന്നത്. അതുപോലെ പൾപ്പ് എടുക്കുന്ന മെഷീനാണിത്. പൾപ്പ് എടുത്തിട്ടാണ് നമ്മൾ പൾപ്പെല്ലാം ഫില്ല് ചെയ്യുന്നത്. ഇതിൽ നിന്നുള്ള പൾപ്പ് എടുത്തിട്ടാണ്. അതുപോലെ ചക്കയുടെ ഹൽവ ഉണ്ടാക്കുന്നത്, പിന്നെ ജ്യൂസ് ആക്കാനുള്ളത്, വെജിറ്റബിൾ കട്ടർ, ഇത്രയും മെഷീനുകളാണ് ഇവിടെയുള്ളത്. ഇതൊരു റിട്രോട്ട് സംവിധാനമാണ്. റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങൾ റിട്രോട്ട് പൗച്ചുകളിലാക്കിയാൽ കെമിക്കലോ പ്രിസർവേറ്റീവോ കൂടാതെ റൂം ടെമ്പറേച്ചറിൽ 1 വർഷം ഇരിക്കണം. ശരിക്കും അതിൻ്റെ ഒരു 45 മിനിറ്റത്തെ പ്രോസസ്സിങ് കഴിഞ്ഞാണ് ഈ ഉൽപ്പന്നം ഇറക്കുക. ഓവനിൽ വയ്ക്കുകയോ തിളച്ച വെള്ളത്തിലിട്ടാൽ നമുക്ക് അപ്പോൾ തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് റിട്രോട്ട് സംവിധാനം ഉള്ളത്. ചക്കയും ചക്കക്കുരുവും നമുക്ക് ഒരു സീസണിൽ മാത്രം ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. കാരണം ഒരു ഫെബ്രുവരി മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് അതിൻ്റെ ഒരു കാലാവധി. ആ കാലഘട്ടത്തിനുള്ളിൽ നമുക്ക് കിട്ടാവുന്ന എത്രയും നമ്മൾ സ്റ്റോക്ക് ചെയ്യണം. ഈ സ്റ്റോറേജിൻ്റെ ഉള്ളിലാണ് -18 ഒരു യൂണിറ്റാണിത്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫ്രീസ് ചെയ്ത സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടാനുള്ള സാധനം നമ്മൾ 10 കിലോൻ്റെ ബണ്ടിലുകളാക്കിയിട്ടാണ് അങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ചക്ക കൂടാതെ നമ്മൾ കറിക്കുള്ള ചക്കക്കുരുവാണ് ചെയ്യുന്നത്. അത് തോരൻ കറിക്കായാലും ചാറ് കറിക്കായാലും ചക്കക്കുരു ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടെൻഡർ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഫ്രോസൺ ആണിത്.
അതുപോലെ തന്നെ കപ്പ, കാന്താരി, ചെറിയുള്ളി ഇത്രയും ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഫ്രോസൺ ചെയ്ത് വിടുന്നത്. വാക്വം ഫ്രൈഡ് ചിപ്സിന് വേണ്ടത്, ചക്ക വരട്ടിക്ക് വേണ്ടത്, പൾപ്പിന് വേണ്ട പഴമെല്ലാം ചെയ്യുന്ന പഴത്തിൻ്റെ ഒരു സ്റ്റോറേജാണ് ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ -80 തന്നെയാണ് ഡിഗ്രി ഉള്ളത്. അതുപോലെ -14 ബ്ലാസ്റ്റ് യൂണിറ്റ് ഉണ്ട്. അങ്ങനെ ഉൽപ്പന്നങ്ങൾ അത് ബ്ലാസ്റ്റ് ചെയ്തിട്ടാണ് വിദേശ രാജ്യങ്ങളിലേക്ക് മുഴുവൻ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. വാക്വം ഫ്രൈഡ് ചിപ്സിൻ്റെ പാക്കിംഗ് ഏരിയയാണിത്. ആ ചിപ്സുകൾ എടുത്താൽ പെട്ടെന്ന് മോയ്സ്ചർ വലിച്ചു പോകുന്നതുകൊണ്ട് നമ്മൾ AC റൂമിൽ നൈട്രജൻ ഫില്ല് ചെയ്ത് വേണം പാക്ക് ചെയ്യാൻ. ആ ചിപ്സുകൾക്ക് നമ്മൾ 1 വർഷത്തേക്കാണ് ലൈഫ് പറയുന്നത്. ഇത് പ്രിൻറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ മാനുഫാക്ചറിങ് ഡേറ്റ്, വില, എക്സ്പയറി ഡേറ്റ്, 1 ഗ്രാമിൻ്റെ വില, അത്രയും കാര്യങ്ങളാണ് ഇവിടെ പ്രിൻറ്റിംഗ് നടന്നു പോകുന്നത്. ചക്കയാണെങ്കിൽ നമ്മൾ വരുന്ന ചക്ക നല്ല വൃത്തിയായി കഴുകി ചതയാതെ മുറിയാതെ കൊണ്ടുവരുന്ന ചക്കയായിരിക്കും നമ്മൾക്ക് കൊണ്ടുവന്ന് തരുന്നത്. അത് നമ്മൾ നല്ല വൃത്തിയായി കഴുകിയ ശേഷമാണ് SS കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് എല്ലാവരും മാനുവലായി കൈകൊണ്ട് നല്ല വൃത്തിയായി കിട്ടുന്ന സാധനമാണ്. നമ്മൾ പച്ചച്ചക്ക മുഴുവനും പുഴുക്കിന് വേണ്ടിയിട്ട് സ്ലൈസ് ചെയ്ത് പുഴുക്കിനുള്ള പച്ചച്ചക്ക, റോ ജാക്ക് ഫ്രൂട്ട് ചിപ്സ് ഇങ്ങനത്തെ ഉൽപ്പന്നങ്ങൾക്ക് പോകുന്നു. അതിൽ പുളി രസമുള്ള സാധനമെല്ലാം മാറ്റിവെച്ച് നമ്മൾ വാക്വം ഫ്രൈഡ് റൈപ്പ് ജാക്ക് ഫ്രൂട്ട് ചിപ്സിന് വേണ്ടി പോകുന്നു. പിന്നെ പഴുത്ത പഴമാണെങ്കിൽ നമ്മൾ ചക്ക വരട്ടി, പൾപ്പ് അങ്ങനത്തെ ഉൽപ്പന്നങ്ങളിലായിട്ട് മാറ്റുന്നു. ടെൻഡർ ജാക്ക് ഫ്രൂട്ട് ഫ്രോസൺ നമ്മൾ പ്രധാനമായും ന്യൂസിലൻഡ്, കാനഡ എന്നീ രാജ്യങ്ങളിലേക്കാണ് പോയിരിക്കുന്നത്. പിന്നെ പുഴുക്കിനുള്ള പച്ചച്ചക്ക USA, UK ഓർഡറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 25 ടൺ ചക്കയാണ് നമ്മളിപ്പം ഈ സീസണിൽ നമ്മൾ കയറ്റി വിട്ടത്. അങ്ങനെ എന്ത് ചക്കയുടെ എന്ത് കിട്ടിയാലും നമുക്ക് ഗുണപ്രദമാകാവുന്ന രീതിയിൽ ഉള്ള പ്രോസസ്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഒന്നും വേസ്റ്റ് ചെയ്ത് കളയാനില്ല. അതുപോലെ തന്നെ വേസ്റ്റ് വരുന്ന ചക്കയുടെ ഉൽപ്പന്നങ്ങൾ മുഴുവൻ നമ്മൾ ജൈവവളമാക്കി മാറ്റുകയാണ് ചെയ്യുന്നതിന്. അതിനുള്ള പ്രത്യേക സംവിധാനമുണ്ട്. അതിൽ ജൈവവളമാക്കി ഒത്തിരി നമ്മുടെ തോട്ടങ്ങളിലും മറ്റുള്ളവർക്കും കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു ഉൽപ്പന്നമാക്കി അതും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എക്സ്പോർട്ടിംഗ് ആണ് പ്രധാനമായിട്ട് ഇവിടെ നടക്കുന്നത്. ലോക്കൽ മാർക്കറ്റിൽ സാധനങ്ങളുണ്ട്, എക്കോ ഷോപ്പുകളിൽ കുറേ എക്കോ ഷോപ്പുകളിലുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ പ്രധാനമായും വിപണനം നടത്തുന്നത്. 2021 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂരിൻ്റെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പായി അവർ അംഗീകാരം ലഭിക്കുകയും 25 ലക്ഷം രൂപ ഗ്രാൻഡ് അനുവദിക്കുകയും ചെയ്തു. അതിനുശേഷം നവസംരംഭകരായ 5 മലയാളികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ ഡൽഹിയിലേക്ക് ക്ഷണിക്കുകയുണ്ടായ ഒരു അഗ്രി കോൺക്ലേവിൽ പങ്കെടുക്കാൻ. അതിൽ പോയ ഒരു വനിതാ സംരംഭമാണ്. അതുപോലെ മിഷൻ 1000-ൽ എനിക്ക് അംഗീകാരം ലഭിച്ചതാണ്. കേരളത്തിലെ മുഴുവൻ വനിതാ സംരംഭകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മനോരമ ന്യൂസ് ചാനൽ നടത്തിയ പെൺതാരം പരിപാടിയിൽ 2ാമത്തെ പെൺതാരമായി അവർ തിരഞ്ഞെടുക്കുകയും എനിക്കതിനുള്ള ട്രോഫിയും മൊമെൻറ്റോയും ക്യാഷ് പ്രൈസും ലഭിക്കുകയുണ്ടായി. ഞാനൊരു ചെറിയ രീതിയിൽ തുടങ്ങിയൊരു സംരംഭമാണ്. വേസ്റ്റ് ചെയ്ത സാധനം വെൽത്താക്കി മാറ്റാം. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ലഭിക്കുന്നതാണ്. അത് നാമമാത്രം നമ്മൾ ഉപയോഗിച്ച് ബാക്കി മുഴുവൻ വേസ്റ്റ് ചെയ്ത സാധനം ഇങ്ങനെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റാം എന്നുള്ള ധാരണ തുടങ്ങുമ്പോൾ നമുക്ക് 1-2 പേർക്ക് തൊഴിൽ കൊടുക്കുക, ചെറിയൊരു സംരംഭം ആരംഭിക്കുക എന്ന ധാരണയിലാണ് ഞാൻ തുടങ്ങുന്നത്. പക്ഷേ അതിന്ന് മാറി 4 വർഷം പിന്നിട്ട് കഴിയുമ്പോൾ 7500 സ്ക്വയർ ഫീറ്റിൽ എല്ലാ ചക്കയുടെ പ്രോസസ്സിങ് എല്ലാം ചെയ്യാവുന്ന രീതിയിലുള്ള ഫുൾ സംവിധാനങ്ങളോട് കൂടിയിട്ട് 25ഓളം വനിതകൾക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിൽ 100 കണക്കിന് ആളുകൾക്ക് വേറെ ഒരു വരുമാനം കിട്ടാവുന്ന രീതിയിൽ എൻ്റെ സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അന്ന് എൻ്റെ തൊഴിലാളികളാണ് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ബലം. അവരെന്നും സന്തോഷമാണ്. അവരുടെ കുടുംബങ്ങൾ ഒത്തിരി സന്തോഷത്തിലാണ് കഴിയുന്നത്.